നമസ്കാരം. ഞങ്ങൾ സുലൈമാൻ സേട്ട് ഫിസിയോതെറാപ്പി സെൻ്ററിൻ്റെ ഭാഗമായിട്ട് ഒരു വനിതാ ഫിംഗർ പാലിയേറ്റീവ് സംരംഭം തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഭാരവാഹികളാണ് ഞങ്ങൾ. അതായത് പാലിയേറ്റീവ് സ്ത്രീകൾക്ക് ചെയ്യാവുന്ന കുറച്ച് ആളുകൾ കൂടി ഇന്ന് ചെയ്യുന്ന ഇതായിരുന്നു അത്. ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് വഹീദ. സുലൈമാൻ സേട്ട് സെൻറ്റർ കോഴിക്കോട് സിറ്റി ചാപ്റ്ററിൻ്റെ വനിതാവേദി ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ വനിതാവേദി കോർഡിനേറ്റർ എം അബ്ദുൽ ഗഫൂർ, ചെയർമാൻ കെ പി സലീം, അതിൻ്റെ സെക്രട്ടറിയും ഈ പ്രോജക്റ്റിൻ്റെ നോഡൽ ഓഫീസറുമാണ് ഞാൻ, റംസി ഇസ്മായിൽ. നമ്മൾ ഒരു വർഷം സുലൈമാൻ സേട്ട് സെൻറ്റർ ഫിസിയോതെറാപ്പി സെൻറ്റർ കുറ്റിച്ചിറയിൽ സൗജന്യ സേവനത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇതിൻ്റെ 1ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഒരു പ്രധാനമായുള്ളൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലാണ് കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള പാലിയേറ്റീവ് ഡിവിഷൻ ആരംഭിക്കുക എന്നുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. കേരളത്തിലെമ്പാടും കോഴിക്കോട് നഗരത്തിലും ഇഷ്ടംപോലെ സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലുമെല്ലാം പാലിയേറ്റീവ് ഡിവിഷനുകളുണ്ട്. പക്ഷേ വനിതകൾക്ക് മാത്രമായി ഒരു ഡിവിഷനില്ല. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഈ പ്രോജക്റ്റ് നമ്മൾ ലോഞ്ചിങ് ഈ 8-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുകയാണ്. നമ്മൾ കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഈ മേഖലയിൽ നൽകാൻ തയ്യാറാണ്. അതിൻ്റെ ഒരു ഫോൺ നമ്പറും ഹെൽപ്പ് ലൈൻ നമ്പറും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വാർത്താ റിലീസിൽ നൽകിയിട്ടുണ്ട്. ഈ പ്രോജക്റ്റിനെ നിങ്ങളെല്ലാവരും പിന്തുണക്കണം. കാരണം ഇത് തീർത്തും സൗജന്യമായ രീതിയിലാണ് നമ്മൾ സേവനം അനുഷ്ഠിക്കാൻ പോകുന്നത്. ഏകദേശം ഇയർലി 7.5 lakhs 7 ലക്ഷത്തോളം രൂപ ഈ പദ്ധതിക്കായിട്ട് ചെലവ് വരുന്നുണ്ട്. അത് നമ്മുടെ സഹൃദരായ ആളുകളിൽ നിന്നും നമ്മളുടെ വെൽവിഷേഴ്സിൽ നിന്നെല്ലാം കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളിപ്പം സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നതും വളരെ നാമമാത്രമായ 50 രൂപ ഫീസ് നിശ്ചയിച്ചുകൊണ്ടാണ് അവിടെ തെറാപ്പി നടത്തുന്നത്. നമുക്കറിയാം, പല ഹോസ്പിറ്റലുകളും വലിയ വലിയ തുകകൾക്ക് ഈ ഫിസിയോതെറാപ്പി ചെയ്തു വരുന്ന സാഹചര്യത്തിൽ വളരെ നാമമാത്രമായ ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ടും, എന്നാൽ വളരെ പാവപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായിട്ടും, പാവപ്പെട്ടവരെ അവിടെ വന്നാൽ തീർത്തും സൗജന്യമായിട്ട് സേവനവും നൽകുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ 1ാം വാർഷികത്തിന് നമ്മൾ അത്തരത്തിലുള്ള ഒരു മഹത്തായ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുന്നു എന്ന് മാത്രം. അല്ല, നമ്മൾ ഈ കോഴിക്കോട് നഗരത്തിൽ നമ്മളിപ്പം വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഒഴികെ ആഴ്ചയിൽ 5 ദിവസങ്ങൾ നമുക്ക് വരുന്ന കേസ് നോക്കിക്കൊണ്ട് ചെയ്യും. അതിലിപ്പം പ്രത്യേകത, നമുക്ക് നമ്മുടെ വാഹനത്തിൽ നമ്മുടെ വെഹിക്കിൾ ഡ്രൈവർ വനിതയാണ്. നമ്മുടെ ഡോക്ടർ ആതിരയുടെ നേതൃത്വത്തിലാണ് നമ്മളത് ലീഡ് ചെയ്യുന്നത്. ഡോക്ടർ വനിത, അതുപോലെ തന്നെ നേഴ്സ് വനിത. നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട 25 വോളണ്ടിയേഴ്സ് വനിതകളായിരിക്കും. നമ്മൾ അറ്റ് എ ടൈം നമ്മൾ 2-3 പേരെ ഓരോ ഇതിന് പോവുള്ളൂ. നമുക്ക് 25 പേരെ വോളണ്ടിയേഴ്സായിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട്. അല്ല, മുൻകൂട്ടി ബുക്ക് ചെയ്ത സംവിധാനത്തിലല്ല. പാലിയേറ്റീവിൽ നമ്മൾ സാധാരണ രജിസ്റ്റർ ചെയ്യും. നമ്മളതിൽ രജിസ്റ്റർ ചെയ്യും. കോഴിക്കോട് നഗരത്തിലുള്ള രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് നമ്മൾ സമയം അനുവദിക്കും. കാരണം പാലിയേറ്റീവിൻ്റെ ഇപ്പോൾ സാധാരണയായിട്ട് തന്നെ നമ്മൾ മുൻകൂട്ടി സമയം വാങ്ങിയതിന് ശേഷമാണ് സമയം നിശ്ചയിച്ച് നൽകുക. ഈ വെള്ളി ഞായർ ഒഴുകുന്ന ഞായർ സ്വാഭാവികമായിട്ടും പല ആളുകളും വീടുകളിലൊക്കെ എൻഗേജും ഫാമിലീസായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന സാഹചര്യത്തിൽ അത് പോകുന്ന ആളുകൾക്ക് ഒരു പ്രയാസം സൃഷ്ടിക്കേണ്ട, അവർക്കും ഒരു പ്രയാസം ഉണ്ടാവേണ്ട എന്നുള്ള നിലക്കാണ് അങ്ങനെ ഒരു അവധി കൊടുത്തിട്ടുള്ളത്. ബാക്കി ആഴ്ചയിൽ 5 ദിവസങ്ങളും നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കും. എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ, ഫിസിയോതെറാപ്പി സെൻറ്ററിൻ്റെ വൈസ് ചെയർമാനാണ്, വനിതാവേദിയുടെ കോർഡിനേറ്ററാണ്. നമ്മൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ പദ്ധതി നടത്താൻ ഉദ്ദേശിച്ചത് ഒരു വനിതാവേദി 2 മാസം കൊണ്ട് രൂപപ്പെടുത്തിക്കൊണ്ടാണ്. നമുക്ക് 50ഓളം മെമ്പർമാരുണ്ട്. അതിൽ 25ഓളം മെമ്പർമാർ പാലിയേറ്റീവിൻ്റെ വളണ്ടിയറായിട്ട് സേവനം അർപ്പിക്കാൻ തയ്യാറായിട്ടുള്ളതാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവർക്കുള്ള ഒരു ട്രെയിനിങ് ക്ലാസ്സുകളുണ്ടായിരുന്നു. ഇനി വീണ്ടും അതിൽ നിന്ന് നമ്മൾ 25 പേരെ തിരഞ്ഞെടുത്തതിൽ നിന്ന് വീണ്ടും നമ്മൾ ട്രെയിനിങ് നടത്തിക്കൊണ്ട് ഈ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഈ പാലിയേറ്റീവിൻ്റെ കൂടെ 2 പേര് പോകുന്നതാണ്. അത് ഇടപെട്ട് 2 പേര് പോയിക്കൊണ്ട് ഓരോ വീടുകളിലും പോയിട്ട് ആ ഫാമിലിയുടെ കാര്യങ്ങൾ മൊത്തത്തിൽ അറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും
രോഗിക്ക് ഒരു സാന്ത്വനമായിട്ടുള്ള ഒരു പരിചരണം ഈ വർക്കേഴ്സിൽ നിന്ന് വളണ്ടിയേഴ്സിൽ നിന്ന് ലഭിക്കുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു പദ്ധതി നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. മിക്കവാറും ഈ പാലിയേറ്റീവ് കെയർ ആളുകൾക്കും വളണ്ടിയേഴ്സൊക്കെ പുരുഷന്മാരാണ് അധികം പോകാറില്ലെങ്കിലും ഈ ലേഡീസ് മാത്രമായിട്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പദ്ധതി രൂപം കൊടുത്തിട്ടുള്ളത്. അതിന് വിജയപ്രദമാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.